ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്നൊരു ടാസ്ക്കാണ്. ബിഗ് ബോസ് വീട്ടിലുള്ള 11 കണ്ടസ്റ്റൻസിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു സിനിമ തയ്യാറാക്കുക. 11 പേർക്കും പ്രാധാന്യത്തോടെയും അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞ ക്യാരക്ടേഴ്സും വേണമെന്നാണ് നിർബന്ധം. ഈ സിനിമയ്ക്ക് ഒരു പേരുണ്ടായിരിക്കണം. ഇതിന് സംഭാഷണം, തിരക്കഥ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതേപോലെ തന്നെ സിറ്റുവേഷൻ, ക്യാരക്ടർ, ഡയലോഗ് ഇതൊക്കെ വേണം. അതിനുശേഷം നമ്മുടെ എല്ലാവരും ആക്ടിവിറ്റി റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സൗണ്ട് എഫക്റ്റ് ഇടണം, ഏതെങ്കിലും ഒരു സൗണ്ട് എഫക്റ്റ് ഇടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും ടിങ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ സാബു ചേട്ടൻ അനുമോളൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട്, സിനിമയുടെ കഥയുടെ പേരൊക്കെ എഴുതിയിട്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും എഴുതിയിട്ടില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ തീരുമാനമായിരിക്കും അവസാനം. ആരും ഇതിൽ ഉഴപ്പ് കാണിക്കാൻ പാടില്ല. വളരെ ആത്മാർത്ഥതയോടും വളരെ സീരിയസ് ആയിട്ടും വേണം നിങ്ങൾ ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഞാനിവിടെ 50 രൂപ പത്രത്തിൽ ഞാനിവിടെ എഴുതി കൊടുത്തിട്ടാണ് വന്നത് നിങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ ടാസ്ക് ചെയ്യിപ്പിക്കാമെന്ന്. എൻ്റെ പേര് വെറുതെ കളയരുത്. പിന്നെ എൻ്റെ 7.5 സെൻറ്റ് വസ്തു ഞാനിവിടെ ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് വേണം പോകാൻ. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ തെങ്ങിൻപുരയുടെ ഇവിടെ ഞാൻ എഴുതി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് നമ്മുടെ സാബു ചേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനോടും പറയുന്നത്. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം. കഥകൾ തുടങ്ങാൻ പോവുകയാണ്.